ജോലിയെ കാണാനില്ല. അച്ഛനമ്മമാരുടെ അറിയിപ്പ്. കാണാതെ പോയ ഞങ്ങളുടെ പുന്നാരമകൾ സുശീല വായിച്ചറിയുവാൻ അച്ഛനും അമ്മയും എഴുതുന്നത്. എന്തെന്നാൽ മകളെ, നീ നിന്റെ കാമുകനോട് ഒത്തൊളിച്ചോടിപ്പോയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പരമാനന്ദ സുഖത്തോടെ കഴിയുന്നു. കാരണം സ്ത്രീധനവും ആഭരണവുമില്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിൽ ഞങ്ങൾ എന്റെ പൊന്നു മക്കളോട് നന്ദി പറയുന്നു. മക്കളെ, നിങ്ങൾ എവിടെയാണെങ്കിലും ഇവിടെ വന്ന് മുണ്ടും നേരിയതും വാങ്ങിത്തന്ന് ഞങ്ങളുടെ ആശീർവാദം അങ്ങോട്ട് വാങ്ങണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് സ്വന്തം തന്ത, സ്വന്തം തള്ള, നല്ല തന്തിയും തള്ളി. കണ്ണിന്റെ ഒരു ഗതിയുടെ. ഞാൻ കഴിഞ്ഞ ജന്മ വവ്വാലായിരുന്നു. തല കീഴിലായിട്ട് വായിക്കാൻ പറ്റുന്നുള്ളൂ. പട്ടണത്തിൽ പ്രേതം. രാത്രികാലങ്ങളിൽ ഈ പ്രേതം പല വീട്ടിലും കയറി പലരെയും പല വിധത്തിലും ഞെക്കിക്കൊന്നതായി പല പ്രാവശ്യം പരാതി ലഭിച്ചിരിക്കുന്നു എന്ന് കൊലയോ. അങ്ങനെ വാ. ഇരുമ്പോടി കണ്ടപ്പം പ്രേതത്തിന് പേടി തുടങ്ങിയല്ലേ? ഞാൻ പ്രേതമൊന്നും അല്ല, സ്ത്രീയാണ്. തൊട്ടു നോക്കട്ടെ. കുറച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കണമെന്ന് പറയില്ല. എടി, നിന്റെ മായാജാല പ്രദർശനമൊന്നും എന്റെ അടുത്ത് വന്നേട്ടാ. എടി, ഞാൻ പണ്ട് ലഡാക്കിൽ മിസൈൽ കുക്കായിരുന്ന കാലത്തെ ഇവിടെ നോക്കടി, എത്രയോ ചീന പെൺപ്രേതങ്ങളെ ഈ ഇരുമ്പ് അടി കൊണ്ട് അടിച്ച് ഫോണിലാക്കി നിർത്തിയിട്ടുണ്ട്. ഞാൻ മടി ഇവിടെ അപ്പൊ നീ പ്രേതല്ലേ? അല്ല സാർ. അപ്പൊ നീ ചത്തല്ലേ പിന്നെ അങ്ങോട്ട് കയറി വന്നത്? ഒരാളെന്നെ മാനം നശിപ്പിക്കാൻ ശ്രമിച്ചു. അയാൾ പിന്നാലെ വരുന്നുണ്ട്. ഒരുത്തൻ നിന്റെ മാനം നശിപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടി വരുന്നു. നീ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കയറിയ സ്ഥലം A1, പറ്റിയ സ്ഥലം. പട്ടി കിടത്തിയപ്പോ ഓടി കടുവാക്കൂട്ടി കയറി എന്ന് പറഞ്ഞ പോലെയായി. എടി പെങ്ങളെ, ഓടി നോക്ക്, ഉടനെ രക്ഷപ്പെട്ടോ. ഈ വീട്ടിന്റെ ഉടമസ്ഥനല്ലേ സത്യം സാറ്? നീ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? എന്താ കാണാതിരിക്കുന്നതാണ് ഭേദം. കുറ്റിച്ചൂലിന് സാരി ചുറ്റിയ കണ്ട അപ്പ കയറി പിടിക്കുന്നതാണ് ജാതി. ഇതിന്റെ മാനം കപ്പൽ കയറിപ്പോ. അതുകൊണ്ട് വേഗം ഇവിടെ രക്ഷപ്പെട്ടു. അയ്യോ, എന്നെ ഇറക്കി വിടല്ലേ. ഞാൻ ഈ നാട്ടിൽ പുതിയതാ. എനിക്ക് ഒരു സ്ഥലം അറിഞ്ഞൂടാ. എന്നാ ഇവിടെ തന്നെ നിന്നോ, വരുന്നൊക്കെ അനുഭവിച്ചോ. നീയായി നിന്റെ പാട എന്തെങ്കിലും അയക്കോ. സാറിന് ഓണ് നോക്കട്ടെ. സത്യം സാർ എന്താ ചെയ്യ? ഇവിടെ അന്യ പെണ്ണിന്റെ തൊട്ടു പോയല്ലോ സാർ. ഒറ്റ കുത്തവിടെ ഇവിടെ ഇവിടെ അത് വേണ്ട കുറച്ച് കാസാണ് സാറാണോ ഇപ്പോ. അങ്ങോട്ട് പോ. അവിടെ അയ്യോ, പിന്നെ പോത്തി എന്റെ കാവിലമ്മേ.
സാർ 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 എന്താടാ? ഒന്നുമില്ല സാർ, ഞാൻ വെറുതെ വിളിച്ചതാ. നീ ആ ലൈറ്റ് എടു. കറണ്ട് ഇല്ല സാർ. അപ്പൊ വെളിയിൽ ലൈറ്റ് എത്തുന്നത്? സ്വിച്ച് ഇട്ടില്ല സാർ. നീ ആ വിസ്കിയും ഗ്ലാസും എടുത്തിട്ട് വാ. നീ വെക്കോ. സാർ, കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിക്കുന്നില്ല. സാർ സാർ, ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഞാൻ ഭഗവാനെ, ശിവകാന്ഡം അകത്ത് നടക്കാൻ പോവുക. ഈശ്വര, ആ പാവം പെണ്ണിനെ രക്ഷിക്കണേ. ഗുഡ് ഈവനിങ് മാഡം. ഇനിയും ഒളിച്ചിരിക്കണമെന്നില്ല, പുറത്തേക്ക് വരാം. ഞാൻ ഒരു കാര്യം 2 പ്രാവശ്യം പറയാറില്ല. Get up. I say you get up. നീ നിന്നെക്കാളും വലിയ മിടുക്കുകളെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഒന്നുമില്ല. ഇവനൊരു ഭ്രാന്തൻ. ഝാൻസി റാണിയുടെ മകൾ.
ആത്മഹത്യയെ പറ്റി നീ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തരും. നിങ്ങൾ എന്നെ വിടില്ലല്ലേ? അങ്ങനെ ഒരു ദൗർബല്യം എനിക്ക് ഇല്ലടി പെണ്ണേ. ശരി, എന്നെ നശിപ്പിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഒരേ ഒരു അപേക്ഷ. പ്രതിഫലത്തിന്റെ കാര്യമാണെങ്കിൽ സംശയിക്കണ്ട. ഞാൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം തരാമെന്ന് എനിക്ക് വാക്ക് തരൂ. ഞാൻ കല്യാണം കഴിക്കണമെന്നൊന്നും പറഞ്ഞേക്കരുത്. ഇല്ല. എങ്കിൽ പ്രോമിസ്, ഞാൻ വാക്ക് തരും. ആത്മാവ് നഷ്ടപ്പെട്ടവളാണ് ഞാൻ. ശരീരം നിങ്ങൾ നശിപ്പിച്ചോളൂ. അതിനുശേഷം ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കൊല്ലണം. ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്കിരയാകാതെ പോകുന്ന ആദ്യത്തെ പെണ്ണ് നീയാണ്. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഐ ആം ഹെൽപ്ലെസ്. എല്ലാരും ചൊല്ലണ് കല്യാണി കഞ്ഞിയിലെ നീ. അയ്യോ കല്യാണി, അയ്യോ സാററില്ലേ? ഞാൻ പിന്നെ വാസു. ഞാൻ പിന്നെ വാസു. ഇപ്പോഴോ? ഇപ്പോഴും എല്ലായ്പ്പോഴും വാസു. താനിവിടെ ആരാ? ഇവിടുത്തെ സകലകലാവല്ലവല്ല എന്ന് വെച്ചാ അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് ഇന്നലെ രാത്രിയോട് പെണ്ണു വന്നടാ. സാറേ, പെണ്ണല്ലാതെ പിന്നെ ഇവിടെ ആള് വരാറ്. പക്ഷെ ഒരു കാര്യോ, ഇന്ന് രാത്രി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ നിനക്ക് വില ഞാൻ അടിക്കും. അടിച്ചു കൊല്ലുന്നില്ലല്ലോ. അടിച്ചു കൊല്ലുന്നില്ല. വന്നടാ. വന്നോന്ന് ചോദിച്ചാലില്ല, വന്നില്ലേന്ന് ചോദിച്ചാല് വന്നു. സാറൊരു കാര്യം ചെയ്യും. സാർ ഇപ്പൊ പോയിക്കോ. വന്നാല് ഉടനെ ഞാൻ വിവരം അറിയിക്കാം. ഒരു കാര്യം ചെയ്യും, സാറിന്റെ അഡ്രസ്സും കൂടെ എഴുതാം. എന്നോട് കളിക്കല്ലേ സാറേ? ഞാൻ എന്നോട് ചോദ്യമൊക്കെ ചോദിക്കാം. എന്നോട് പറയണേ, എന്നെ ശരിപ്പെടുത്തി തരാം. അങ്ങനെയാണ് കല്യാണം. ഇന്നലെ രാത്രി കൂടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അവിടെ ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? ഓടി വന്നിരിക്കുന്ന ഒരു പെണ്ണിനെ കയറ്റി ഇവിടെ താമസിപ്പിച്ചതിന്റെ അർത്ഥം എന്താണ്? അതെന്റെ സൗകര്യമാണ്. അത് ചോദിക്കാൻ താനാരാ? മിസ്റ്റർ, അവള് കൊലപ്പുള്ളിയാണ്. ഒരു സ്വർണ്ണ ചെയിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കഴുത്തി ധരിച്ച് കൊന്നവൾ. അയ്യോ, അവിടെ പറ. തന്നെ ആരാ ഇങ്ങോട്ട് അയച്ചത്? ഇൻസ്പെക്ടർ. ഏത് ഇൻസ്പെക്ടർ? നാഷണൽ ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടറുടെ പേര്? മമ്മൂട്ടി. അല്ല, അല്ല, തങ്കർക്ക. അയ്യോ അയ്യോ അയ്യോ, എന്റെ
പൊന്നു സാറേ ചതിക്കല്ലേ. ഞാൻ പാവപ്പെട്ട ഒരു അലക്കുകാരനാ. ഒരു മഹാവാഴി വന്ന 100 രൂപ മോഹിച്ച് ഞാൻ ചെയ്തു പോയതാ എന്റെ പൊന്നു സാറേ. അമ്മക്ക് നിന്നെന്ന് ലെവൽ ചെയ്യും ഞാൻ. ഇവിടെ വാ, തൊപ്പി എടുക്കണം. എന്റെ തൊപ്പി. അയ്യോ വെപ്പീശ. ഇവിടെ വാ, തിന്നോ കുറച്ച് വെള്ളം കുടിച്ചോ. തിരിഞ്ഞു നോക്കി. അയ്യോ എന്റെ അമ്മച്ചി.